ഞാനൊരു ആൺവിരോധിയൊന്നും അല്ലേ. എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയും എന്ന പുസ്തകത്തിൽ ഒരുപാട് കാമുകന്മാരെ തെരഞ്ഞു. ഒരുപാടൊന്നുമില്ല, രണ്ടെണ്ണല്ലോ ഞങ്ങൾ തെരഞ്ഞു. കാരണം എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയും എന്ന് പറയുമ്പോൾ നമ്മൾ തേടുന്നത് കുറേ കാമുകന്മാരെയാണ്. പക്ഷെ അതിനകത്ത് പലതരത്തിലുള്ള ബന്ധങ്ങളാണ്. തേഞ്ഞ ജീവിതമാണ്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഭയങ്കര സങ്കീർണമായ മനോനിലയുള്ളൊരു മനുഷ്യനാണ്. കുറച്ച് പ്രാന്തുണ്ട് എനിക്ക് എപ്പോഴും ഫീൽ ഉണ്ട്, ഒരു ഉന്മാദം. അത് എഴുത്തിൻ്റെ ഉന്മാദം അല്ലാതെ നോർമൽ തന്നെ ഉണ്ട് പ്രാന്ത്. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മാവൻ സ്കീസോഫ്രീനിയാക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ചെറുപ്പത്തിൽ ഞാൻ കവിത എഴുതുമ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ എൻ്റെ അമ്മ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഏട്ടാ നമ്മളെ കുട്ടി കവിത എഴുതുന്നുണ്ട് എന്ന്. അച്ഛൻ പറഞ്ഞ് സത്യം ഒരാൾ കവിത എഴുതുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് തലക്കസുഖമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എൻ്റെ അമ്മ ഒരു ഞാൻ പറയില്ല, വളരെ പഠിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജോലി നേടുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ഇതാക്കിയിട്ടുള്ള കലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞില്ലേ ചാക്രൈസിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്ത ആളാണ്, കലാകാരനായ എൻ്റെ അച്ഛന്. ഞാനും കലയിൽ ഉണ്ട്, തവളച്ചാട്ടത്തിനും ചാക്രൈസിനും. അങ്ങനെയുള്ള അമ്മയുടെ സഹോദരൻ ഭ്രാന്ത് വന്നപ്പോൾ കവിത എഴുതാൻ തുടങ്ങി. അപ്പം അമ്മ കരുതിയത് എൻ്റെ കുട്ടി കവിത എഴുതുന്നത് അതുകൊണ്ടാണെന്നാണ്. പിന്നെ 3 വയസ്സ് മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. ചെറുപ്പത്തിൽ അപസ്മാരുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഡിപ്രഷൻ അടിക്കുന്നുണ്ട്. ബ്രെയിൻ ഇസ് സോ കോംപ്ലിക്കേറ്റഡ് ആൻഡ് വിയേർഡ് എന്ന് എനിക്ക് എപ്പോഴും തോന്നും. അപ്പം അതൊരു ഒരു 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 മനുഷ്യൻ്റെ ഒരു സങ്കീർണത ഉണ്ടല്ലോ, അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസം. സാധാരണമായി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സമാധാനമായിട്ട് സാധാരണമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. പാട്ടുകാരനായാൽ മതിയായിരുന്നു, എന്നാലും ഇത്ര പ്രശ്നമല്ലേ. അച്ഛൻ മ്യൂസിക് ടീച്ചറാണ്. പണ്ട് ഞാനും പാടുമായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് മതി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാനിട്ട ഉടുപ്പുകൾ, ഞാനിപ്പോൾ ഇട്ട മാലയടക്കം എൻ്റെ അച്ഛൻ പാടിയിട്ട് കിട്ടിയ ഇതാണ്. എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് സംഗീതമാണ്. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് സംഗീതമാണ്. ഞാൻ ജീവിക്കുന്ന വീട്, ഞാൻ ജീവിക്കുന്ന എൻ്റെ എന്തെങ്കിലും ലാൻഡ് ഓൺ പ്രോപ്പർട്ടി ഉണ്ട്. അച്ഛൻ എല്ലാം നാടകം കഴിച്ച് തീർത്തതുകൊണ്ട് അച്ഛൻ പാടിയതല്ലാതെ നമുക്ക്. അപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഉള്ളിലുള്ള, ഇപ്പോൾ ഒരു പാട്ട് കേട്ടില്ലേ, സംഗീത് ഹേ ദേഹ പ്രാണ് സംഗീത് ഹേ ആത്മ എന്ന് പറയുന്ന മാരത്തെ അവസ്ഥയാണ്. അതിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല. ഞാൻ ഭയങ്കര ഗായികയായിട്ടുള്ളതല്ല, സംഗീതമാണ് ഉടലിലും മനസ്സിലും ഒക്കെ ഉള്ളത്. അപ്പം അത് എൻ്റെ ആയൊരു സാധനത്തിന് എനിക്കിനി വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എഴുത്ത് സ്വീകരിക്കുന്നത്. എഴുത്ത് സംഗീതം പോലെ ആവണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. സംഗീതത്തിൻ്റെ കൾച്ചറും എഴുത്തിൻ്റെ കൾച്ചറും ഭയങ്കര വ്യത്യാസമുണ്ട്. സംഗീതത്തിൽ ഗുരു കൾട്ട് വളരെ പ്രധാനമാണ്. സംഗീതത്തിൽ നിങ്ങൾ ഒരാൾ കണ്ടാൽ എൻ്റെ അച്ഛൻ തൊഴണം എന്ന് പറയും, കാല് തൊട്ട് തൊഴണം എന്ന് പറയും. മുന്നിൽ പോകുന്നവൻ്റെ തലയറുത്താൽ മാത്രമേ നിൻ്റെ തല കാണുകയുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് എഴുത്തിൻ്റെ പോളിസി. എഴുത്തിൽ എത്രത്തോളം പാരസ്പര്യവും ബഹുമാനവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ലൈഫിൽ മനുഷ്യരോട് ഏറ്റവും ആദരപൂർവ്വം പെരുമാറാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതെൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്ന സാധനമാണ്. നിങ്ങൾ എഴുത്തുകാരനോ നിങ്ങൾ പാട്ടുകാരനോ നിങ്ങൾ ഇനിയിപ്പോൾ എന്താണ് ഇന്ത്യൻ പ്രസിഡൻറ്റോ ആരോ ആയിക്കൊള്ളട്ടെ, അതൊന്നും തന്നെ മറ്റു മനുഷ്യനോട് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി പെരുമാറാനുള്ള ലൈസൻസ് അല്ല. അത് ആ ഒരു ചിന്ത വരുന്നത് അത് സംഗീതത്തിൻ്റെ കൾട്ടിലുള്ളതാണ്. സംഗീതക്കാരെ കണ്ടിട്ടില്ല, അവർക്ക് ഭയങ്കര ഗുരുവാണ്. അപ്പോൾ ഗുരു പറഞ്ഞാൽ അവർക്ക് ഗുരുവിനെ തൊഴും, കാൽ തൊട്ട് തൊഴും, അവർ ഗുരുവിന് ദക്ഷിണ വയ്ക്കും, പണം നൽകും, മുണ്ട് കൊടുക്കും. ഇതൊക്കെ ഒരു ദാറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. എഴുത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇവനാണ് എൻ്റെ ഗുരു, എന്നാൽ ഇവൻ്റെ തലക്കൊരു കുത്തു കൊടുക്കാം. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഏറ്റവും ബ്രൂട്ട്, ഈയും കുഞ്ഞുമോനെ എന്നെ കുത്തിയെന്നുള്ള ഒരു. ഈ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദു കുറച്ച് അനുഭവിക്കുന്നതിൽ ഒരു കാര്യം ഇന്ദു തിരിച്ചും അനുഭവിക്കും. കാരണം ഭർത്താവ് വെടിയെന്ന് വിളിക്കും പോലെ ഒരു അനുഭവം, അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് വലിയൊരു അനുഭവം ഉണ്ടാകും. എല്ലാ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലും, എല്ലാ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുമായിട്ടുള്ള സംഭാഷണത്തിലും മൊത്തം എടുത്തു നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഭാര്യേനെ മോശമായിട്ട് വെർബലായിട്ട് അബ്യൂസ് ചെയ്ത ഒരിത് ഏത് വലിയ മഹാനുണ്ട് എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ കുറച്ച് കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് അതൊക്കെ എനിക്ക് ഇപ്പോൾ എന്നെ വിളിച്ചാൽ അതാണോ വിളിച്ചത്, എന്നാൽ നീ തന്നെടാന്ന് പറയാനുള്ള. അന്ന് അതെനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതങ്ങനെ നമ്മൾ എത്രത്തോളം നിർമ്മലമായിരിക്കുന്നോ, എത്രത്തോളം നിഷ്കളങ്കമായിരിക്കുന്നോ, എത്രത്തോളം ഈ ലോകത്തിൻ്റെ പിന്നെ കാലുഷ്യങ്ങളിലേക്കും പാരുഷ്യങ്ങളിലേക്കും ഇറങ്ങാതിരിക്കുന്നോ,
അത്രത്തോളം നമുക്ക് മുറിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പുതിയ ചെരുപ്പിടില്ലേ, പുതിയ ചെരുപ്പ് ആദ്യം ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരഞ്ഞ് പൊട്ടൂലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഭയങ്കര ഹാർഡായിട്ട് നീ എന്ത് ചെരുപ്പ് വാടാ നമുക്കിടാന്നുള്ള ഒരു അതുപോലെ നമ്മൾ പരുവപ്പെടും. പുറത്തിറങ്ങി ഇത് കണ്ട് അയ്യോ പാവം അയാൾ ആകെ ഒരു തവണയല്ലേ വിളിച്ചിട്ടുള്ളൂ, അത് പോട്ടെ, മൂപ്പരൊരു പാവം മനുഷ്യനാണ്, വളരെ നല്ലൊരുത്തനാണ്. ദാമ്പത്യം ശരിയായോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ആയില്ല എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും. പക്ഷെ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ ഭയങ്കര കൈൻഡായിട്ടുള്ള ആളാണ്. ആർക്കും എന്തും കൊടുക്കും ആള്, എന്തും കൊടുക്കും. ഇനിയിപ്പം ഞാൻ കൊടുത്താലും ഒന്നും പറയൂല. ചിലപ്പോൾ പൈസയൊക്കെ കടം ചോദിച്ചാൽ പറയും നീ നിൻ്റെ മാല എന്തോ ബാങ്കിൽ വെച്ചിട്ട് കൊടുത്തോ, ഞാൻ പിന്നെ എടുത്തു തരാമെന്ന് പറയും. അങ്ങനെയൊക്കെ മനുഷ്യനോട് അലിവുള്ളൊരു മനുഷ്യനാണ്. ഇന്ദു ശരിക്കും എഴുതി ഇന്ദുവിൻ്റെ ലോകം കുറച്ചുകൂടെ വികസിപ്പിക്കുന്നുണ്ട്, കുറച്ചുകൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തെ വ്യക്തിപരമായി ഉപയോഗിക്കുമോ? ഇപ്പോൾ പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ദു എഴുതുമ്പോൾ ഇന്ദുവിൽ കുറച്ച് പേര് സങ്കല്പിച്ച് തരും, ഇവളിങ്ങനെ പ്രേമിച്ച് നടക്കുകയാണെന്നുള്ളൊരു സങ്കല്പത്തിൽ ഇന്ദുവിനെ കണ്ടു തുടങ്ങും. അത് കുറച്ചുകൂടെ ഒരു ലൈസൻസ് ആണ് ഒരുപക്ഷെ നമുക്ക്. അപ്പം ഇന്ദു കുറേയേറെ വിശാലമായ ലോകത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കൂലേ? ശരിക്കും അങ്ങനെ ഒരു ഇന്ദു ഉണ്ടോ? ആക്ച്വലി ചുംബന സമരം നടന്ന സമയത്ത് ഈ പുസ്തക സെല്ലേഴ്സ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഏറ്റവും കൂടുതൽ വിറ്റുപോയ 2 പുസ്തകങ്ങൾ എന്നെ ചുംബിക്കാൻ പഠിപ്പിച്ച സ്ത്രീയെ എന്ന പുസ്തകവും ചുംബന ശബ്ദ താരാവലിയാണ്. ഇപ്പോൾ ഒരാൾക്ക് നഗരത്തിൽ വെച്ച് തെരുവിൽ വെച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ ചുംബിക്കാനും ഇഷ്ടപ്പെട്ട പുരുഷനെ ചുംബിക്കുവാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതൊരു മനുഷ്യനെ ചുംബിക്കുവാനുമുള്ള അവകാശമുണ്ട്. എവിടെ വെച്ച് ചുംബിക്കാനുള്ള അവകാശം തൽക്കാലം ഇപ്പോൾ നിയമപരമായിട്ട് നിരോധിക്കാത്തിടത്തോളം കാലം അത് ഉണ്ട്. അതിനെ ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സദാചാര കമ്മിറ്റിക്കാരോ വന്നിട്ട് കച്ചറ ഉണ്ടാക്കി നിർത്താൻ എന്നതിനോട് എനിക്ക് എതിർപ്പാണ്. അവർക്ക് ചുംബിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനോടും നഗരത്തുനിന്നോ തെരുവെന്നോ ഇന്നോട് വന്ന് നിങ്ങൾ ചുംബിക്കുമെന്ന് വെച്ചാൽ ഞാനില്ല കേട്ടോ. അതാണ് എൻ്റെ പോളിസി. ഞാൻ നഗരമധ്യത്തിൽ വെച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരു പുരുഷനെ ചുംബിക്കുമോ, നൈതിക ബോധങ്ങൾ, മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഈ സമൂഹം, ഇതിനൊക്കെ വിട്ടുകൊണ്ട് എനിക്ക് ചുംബിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ചുംബിക്കൂല, എനിക്ക് ചുംബിക്കാൻ കഴിയൂല. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഭരണകൂടമോ മറ്റേതെങ്കിലും ആളുകളോ തടസ്സപ്പെടുത്തുന്നതിനെ ഞാൻ എതിർക്കും. അതാണ് എൻ്റെ പോളിസി. നിങ്ങൾ ബീഫ് ഇന്നോന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ബീഫ് തിന്നിട്ടില്ല, കോഴി പോലും തിന്നിട്ടില്ല. പക്ഷെ മറ്റു മനുഷ്യർക്ക് ബീഫ് തിന്നാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്നും അവർ ബീഫാണ് കഴിക്കുന്നതെങ്കിൽ ബീഫ് തിന്നണമെന്നും പറയുന്ന ആളാണ്. നമ്മളുടെ ഇതെന്താണ് എന്നുള്ളതൊരു വിഷയമല്ല. ഓം കവലയെല്ലാം തൂസാ പറക്കട്ടു രാസാ, ഇനി നമുക്കിന് ഒരു കാലം പറക്കട്ടു രാസാ, നിന്റെ മുത്തുവിളക്കുകൾ ഊതിക്കെടുത്തടുണ്ടോ തത്തമ്മേ. അവിടെ ഒരു മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്. അടി രാമ രാമ അയ്യോ എങ്കിള കാക്ക വേണയ്യ.